കോഴിക്കോട് മലയോര മേഖലയിലും തീരപ്രദേശത്തും ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈങ്ങാപ്പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദേശീയപാതയിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാവിലെ അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടത്. മഴയിൽ ഈങ്ങാപ്പുഴ അങ്ങാടിയിലും ദേശീയപാതയിലും വെള്ളം കയറി. ഗതാഗതം പൂർണ്ണമായും നിലച്ചെങ്കിലും ഉച്ചയോടെ പൂർവ്വസ്ഥിതിയിലായി. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിറക്കി. ഹെവി വാഹനങ്ങൾ, മൾട്ടി ആക്സിൽ ലോറികൾ, ട്രെയിലറുകൾ എന്നിവയ്ക്ക് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയത്. അത്യാവശ്യ വാഹനങ്ങൾ, പൊതുഗതാഗതം എന്നിവ മാത്രമേ ചുരം വഴി അനുവദിക്കുകയുള്ളൂ. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന വിലങ്ങാട് 32 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഇതിൽ 10 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും ബാക്കിയുള്ളവരെ വിലങ്ങാട് പാരിഷ് ഹാളിലേക്കും മാറ്റി. കുമ്പളച്ചോലയിൽ ഏകദേശം 9 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത്. 2 താലൂക്കിന്റെ മലയോര മേഖലകളിലെ വില്ലേജുകളിൽ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പം വിലങ്ങാടാണ് നമുക്ക് കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരവസ്ഥയുള്ളത്. പിന്നീട് ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുമ്പളച്ചോല LP സ്കൂളാണ്. അവിടെയും 9ഓളം ഫാമിലികളാണ് മാറ്റേണ്ടത്. ഇത്ര ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഇനി മഴ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിലും നമ്മുടെ വില്ലേജർമാരൊക്കെ സ്ഥലത്ത് തന്നെ സൈറ്റിൽ തന്നെ വില്ലേജുകൾക്ക് ശേഷം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കണം. കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷൻ, ജാഫർ ഖാൻ കോളനി ഭാഗങ്ങളിലും വെള്ളം കയറി. കോഴിക്കോട് നഗരത്തിൽ ഇതുവരെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടില്ല. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.